ഹലോ ഗൈസ്, കുറേ നാളത്തെ പ്ലാനിങ്ങിലൂടെ നമ്മളെല്ലാവരും കൂട്ടിയിട്ട് ഗോവയ്ക്ക് ട്രിപ്പ് പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആട്ടോ ഈ കാണുന്നത്. നമ്മൾ നേത്രാവതിയിലാണ് പോകുന്നത്. ആസ് യൂഷ്വൽ ട്രെയിൻ കുറച്ച് ലേറ്റാണ്. അതുകൂടാതെ നമ്മുടെ 7 പേരിൽ 4 സീറ്റ് കൺഫേം ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് അവിടെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. എല്ലാവരും കിട്ടിയ സീറ്റിലൊക്കെ കയറി അങ്ങ് ഇരുന്ന് ഇനി ടി വരുമ്പോൾ കാര്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കണം. ഇവിടെ താഴെ ഇരിക്കുന്ന ആ ഫാമിലി ആണെങ്കിൽ ഇതുപോലെ ടി വരുമ്പോൾ ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഋതുവാവയുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. പക്ഷെ ആള് നല്ല ഹാപ്പി ആയിട്ട് നല്ല കളിച്ച് ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കളിക്കാൻ പോവാണ്. ഉനു കേട്ടോ കളിക്കാൻ പോകുന്നത്. ഇങ്ങനെ എല്ലാവരും കൂടി പോകുമ്പോൾ ഉന കളിക്കാൻ നല്ല രസമാണ്. അങ്ങനെ പരിമിതമായിട്ടുള്ള സ്ഥലത്തിരുന്ന് നമ്മൾ കുറേ ഉന കളിച്ചു. എല്ലാവരും മാറി മാറി തോറ്റു കേട്ടോ. തോറ്റ വിഷമത്തിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതൊരു നല്ല നീക്കമാണ്. അപ്പോൾ നമ്മൾ പൊറോട്ടയും കല്ലുമ്മക്കായും എടുത്തു. കല്ലുമ്മക്കായ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിയത്. ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല, പൊറോട്ട കിട്ടാൻ ഭയങ്കര പാടാണ് ഈ ഗ്യാസിൻ്റെ ഇഷ്യൂ ഒക്കെ വന്ന കാരണം. അപ്പോൾ നമ്മൾ രാത്രി ഗോവ യാത്രയിൽ കഴിക്കുന്നത് കല്ലുമ്മക്കായും പൊറോട്ട കേട്ടോ. വീട്ടിൽ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്താണ്. പൊറോട്ടയുണ്ട്, നല്ല വരട്ടിയെടുത്ത കല്ലുമ്മക്കായ. ഇനി ഗോവ ചെന്ന് എന്താവും ഫുഡ് എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചു. അപ്പം അങ്ങനെ ലേറ്റൊക്കെ ഓഫ് ചെയ്യേണ്ട നേരമായിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ 4 പേർക്ക് ടിക്കറ്റ് കൺഫേം ആയിട്ടുള്ളൂ. ബാക്കി 3 പേര് എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിടക്കാൻ തീരുമാനിച്ച്. പിന്നെ തൽക്കാലത്തേക്ക് ഒരു സീറ്റും കൂടി എക്സ്ട്രാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൾ വരാണെങ്കിൽ പണിയാവും, അല്ലെങ്കിൽ നമുക്ക് അവിടെ കിടക്കാം. ചിക്കൻ ബിരിയാണി ഒരു ബംഗാളിനെ കണ്ടുകൂടെ. ബംഗാളി അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ ഗോവയിലെത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് റൂമിൽ പോയിട്ട് ഫ്രഷ് ആവണം. അതിന് ശേഷം നേരെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. നമ്മൾ തിവിം സ്റ്റേഷനിലാട്ടോ ഇറങ്ങിയത്. അതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനുകളെല്ലാം അടുത്തായിട്ടുള്ളത്. നമ്മൾ ഗോവയിലെത്തി. അങ്ങനെ ചെറിയ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ ഇവിടെയും ഫുള്ള് മലയാളികൾ. ഈയിടെയായിട്ട് മലയാളികളുടെ യാത്ര ഭയങ്കര കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എവിടെ പോയാലും മലയാളികളുണ്ടാവും. അമ്മൂതാവ് ആവയ്ക്കുള്ള ഫുഡ് കൊടുക്കുകയാണ്. നമ്മുടെ ബോയ്സെല്ലാം വണ്ടി തപ്പി പോയേക്കാണ്. വേഗം തന്നെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നു. നല്ല കളർഫുൾ വണ്ടികളാണ് എല്ലാം. നമ്മുടെ വണ്ടി മഞ്ഞയാണ്. 4 വണ്ടി എടുത്ത്, പക്ഷേ വണ്ടി എടുക്കാൻ കുറച്ചധികം പോസ്റ്റായി. അവൻ പല്ലി ചെണിച്ച് വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മൾ തിരിഞ്ഞ് സ്റ്റേഷൻ നമ്മൾ തുടങ്ങുകയാണ്. നേരെ കണ്ടോലി സ്റ്റേ പിടിക്കാം. ഗോവ ട്രിപ്പ്. ഗോവ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ വണ്ടിയൊക്കെ സെറ്റായി, വണ്ടിയൊക്കെ എടുത്ത് 4 കളർ 4 വണ്ടി കളർഫുൾ. നേരെ സ്റ്റേ പിടിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റേയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാണ്. രാവിലത്തെ ഭക്ഷണം മുടക്കരുതെന്നാണ്. അപ്പോൾ നേരെ എവിടെ ചെന്നാലും മലയാളികൾ മസാല ദോശ കഴിക്കും. മസാല ദോശ വട സൂപ്പറാണ് കേട്ടോ. പറ്റുന്ന പോലും ഇല്ല കാണിക്കാൻ. ആവേശത്തിന് നമ്മൾ കുറേ വടയൊക്കെ വാങ്ങിയിട്ടു. പക്ഷേ 2 വടയ്ക്ക് 70 രൂപയാണ് ആയത്. അപ്പോൾ ഗോവയിലൊക്കെ പോയ വില ചോദിച്ചിട്ട് മാത്രം സാധനങ്ങൾ വാങ്ങാട്ടോ. അങ്ങനെ നമ്മുടെ റൈഡ് തുടർന്നു. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് പോകാനായിട്ട്. നല്ല വെയിലുണ്ട്. അപ്പോൾ കയ്യിലിരുന്ന ഗ്ലൗസ് എല്ലാം എല്ലാവരും വാങ്ങി അതൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. കണ്ടോലി ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റേക്ക് എത്താറായി. ഇപ്പോൾ നല്ലൊരു അലമ്പ് കോലായുണ്ട് കേട്ടോ. നല്ല വെയിലാണ് ഇവിടെ. നല്ല ടയേർഡായുണ്ട്. ഇനി കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്ത് ഫ്രഷായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് ഇറങ്ങണം. നമ്മൾ ചെക്കിൻ ടൈം പോവാണ്. നമ്മളൊരു 11 മണിയായപ്പോഴേക്കും സ്റ്റേയുടെ അവിടെ എത്തി. ശരിക്കും നമ്മുടെ ചെക്കിൻ ടൈം 2 മണിയാണ്. അപ്പോൾ അതുവരെ റൂമൊന്ന് അറേഞ്ച് ചെയ്യാനുള്ള ടൈം വേണം അവർക്കെന്ന് പറഞ്ഞു. സോ നമ്മൾ കുറച്ച് നേരം പോസ്റ്റാണ്. ആ ടൈം നമ്മൾ പൂളിലേക്ക് നേരെ ഇറങ്ങി. അപ്പോൾ ആദ്യമായിട്ട് പൂളിലേക്ക് ഇറങ്ങാൻ പോകുന്ന കീർത്തനാണ്. അവൾക്ക് ചാടണം എന്നൊക്കെയാണ് പറയുന്നത്. അതിനുള്ള പ്രിപ്പറേഷൻ ആട്ടോ ഈ കാണുന്നത്. നമ്മള് ചാടി രക്ഷിക്കേ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ തല നീരുന്നൊക്കെ പറഞ്ഞപ്പോ നടക്കുവോ? വെള്ളം പോയി, മൂക്കിന് വെള്ളം പോയി, വെള്ളം പോയി. ഇനിയിപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇറങ്ങാല്ലേ. ഞാൻ തല നനയ്ക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് പതിയെ ഇറങ്ങുന്ന കൈവഴിയിൽ പിടിച്ചാണ് ഇറങ്ങിയത്. എൻ്റെ ഡൂഡു ഇത് എനിക്ക് ചെവിയിൽ വെക്കാൻ വേണ്ടി ഒരു മഞ്ഞപ്പൂവൊക്കെ പറിച്ച് തരുന്നുണ്ട്. നമ്മൾ
നമ്മുടെ ടീംസൊക്കെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തില്ല, അതിന് മുന്നേ പൂളിലേക്ക് ചാടിയിട്ടോ. എല്ലാവരും പൂളിൽ നീന്തൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ടീം ഇവിടെ കുട്ടീനെ താറാവ് കയറ്റി കറക്കിക്കൊണ്ടിരിക്കുകയാണ്. വാവയ്ക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമായിട്ടോ. അല്ലെങ്കിലും ചെറിയ പിള്ളേർക്ക് വെള്ളത്തിൽ കളിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കുമല്ലോ. പൂളിലേക്ക് അവസാനം ഇറങ്ങിയതാ ഇവനാണ്. എല്ലാവരും വീഡിയോ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം. ഇനി കുറച്ചു നേരം പൂളിൽ ഞങ്ങൾ അർമാദിക്കാൻ പോവുകയാണ്. കുറേ നാളായിട്ട് ഇതാ പൂളിൽ ഇങ്ങനെ റീൽ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇത്ര ആൾക്കാരുടെ സ്ഥിതിക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടോ, ഇത് നോക്കി നോക്ക്. റീടേക്ക് ഒന്നും പറ്റില്ല, ഒറ്റ ടേക്കുകളൊന്നും പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത്. എല്ലാവരും ചെവിയിലൊക്കെ വെള്ളം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂളിലെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത പാട്ടായിട്ട് ഉടനെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.